നീ ആരെയാണ് വിളിക്കുന്നേ? ഒരു മണിക്കൂറായാലും നിന്നെ വിളിക്കുന്നേ. എന്നാ ബിസി ബിസി? നീ നിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ടാ? ഏട്ടാ ഞാൻ അമ്മേനെ ഒരിക്കൽ വിളിച്ചതുകൊണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടാണ് നിന്റെ അമ്മേനെ നിന്റെ വീട്ടുകാരൻ വിളിക്കരുതെന്ന്. എനിക്ക് പറഞ്ഞാൽ തിരിയില്ലല്ലണ. ചവിട്ടി കൊന്നളി. അടങ്ങി ഒതുക്കി നമ്മൾ പറയുന്ന പോലെ കേട്ട് ഇവിടെ നിന്നോളാം. ഇല്ലെന്തിന് ശാപം പോലെ ഇവിടുന്ന് പുറത്തു പോലെ കേട്ടണ. എന്നാണ് നീ നിന്ന് മോങ്ങുന്നേ? പണിയൊന്നും എടുക്കാണ്ട് ആഴ്ച വെള്ളം തട്ടും. പണിയെടുക്ക പോയിട്ട് ആരെ കാണിക്കാനാണ് മോങ്ങുന്നത്? എണീക്കോടല്ല മിണ്ടാണ്ടിക്കെന്ന് പറയുന്നു. മിണ്ടാണ്ടിക്ക് ആരെ കാണിക്കാനാണ് നീ മോങ്ങുന്നത്? കൊന്നു കളിയുന്നില്ല. കൊന്നു കളി ഇരിക്കവി അറിയാണ്ട് കൊന്നു കളിയുന്നില്ല. മോങ്ങാണ്ട് നിന്നോളാക്കും. ഹലോ, എന്നാണ് മാളു? അമ്മ എന്നെ വന്ന് കൂട്ടുവാ. അമ്മ കൂട്ടുവാന്നാ? എന്നാ അമ്മ എനിക്കിവിടെ പറ്റുന്നില്ല. പറ്റുന്നില്ല എന്ന് പറഞ്ഞാ കുറച്ചെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിക്കണോ? ഞാൻ എത്ര സഹിച്ചമ്മേ. ഞാൻ എത്രോട്ടും വിളിച്ചു തന്നെ ഒന്ന് വന്ന് കൂട്ടെന്ന് പറഞ്ഞിട്ട്. സഹിച്ചെന്ന് പറഞ്ഞ പെൺകുട്ടികളായ കുറച്ച് അങ്ങനെയെല്ലാം തന്നെയാന്ന്. കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നിക്കുക. കൂട്ടാനൊന്നും ആവൂല. ഞാൻ അച്ഛനെ വിളിച്ച് ഏട്ടനെ വിളിച്ച് അമ്മ എല്ലാവരും പറയും അഡ്ജസ്റ്റ് ചെയ്യ. ഞാൻ എൻ്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തമ്മേ. എനിക്ക് പറ്റൂല എന്നെ അങ്ങനെ ഉപദ്രവിക്കുന്നിടുന്ന്. അല്ല മാള് കൂട്ടിയിട്ട് വന്നാലും നാണക്കേടല്ലേ നീ എന്നാ പറയുന്നേ? നടക്കടമ്മ വലുത് ഞാനല്ല. അച്ഛനും അമ്മക്കും ഏട്ടനും എല്ലാവർക്കും നിങ്ങളെ കാര്യം മാത്രമല്ല. 2 ദിവസം ഇതെല്ലാം ഉണ്ടാവും. പിന്നെ അതെല്ലാം അങ്ങ് ശരിയായിക്കോളൂ. എങ്ങനെയെങ്കിലും നീ അവിടെ പിടിച്ചു നിക്ക്. അനക്ക് അത്രേ പറയാനുള്ളൂ. ഇവിടുന്ന് ഏട്ടനും അമ്മയെല്ലാം എന്നെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. ശരി, അഡ്ജസ്റ്റ് ചെയ്യണോ അല്ലേ? ആ, അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ നിക്ക്. ശരി എന്നാല്. ഹലോ. എന്നാ പറ മോളെ. എടിയിട്ടേ ഞാൻ പണിസ്ഥലത്ത്. എത്ര തവണ ഞാൻ പറഞ്ഞു കേട്ടാ എനിക്ക് പഠിക്കണം, ഒരു ജോലി ആക്കണം, കല്യാണം ഇപ്പൊ വേണ്ടാന്ന്. എന്നാ നിന്റെ പ്രശ്നമോ? എനിക്കിവിടെ പറ്റുന്നില്ല ഏട്ടാ. ഞാൻ അമ്മേനെ വിളിച്ച് അച്ഛനെ വിളിച്ച് എത്രോട്ടും പറഞ്ഞിട്ടുണ്ട്. ഏട്ടനോടും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കൊട്ടും പറ്റുന്നില്ല എന്ന്. നീ ഒരു കാര്യം മനസ്സിലാക്കാൻ കേട്ടോ. നിന്നെ എത്ര കഷ്ടപ്പെട്ട് നമ്മളെ കെട്ടിച്ച് വിട്ടണ്. നീ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേ. എല്ലാരും ഇതാ പറയല്ലേ അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരും ഒന്നും ഏട്ടൻ മനസ്സിലാക്കാത്തത്. എല്ലാം ശരിയാവും. എല്ലാ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഒരു 2 ദിവസം കൊണ്ടെല്ലാം ശരിയാവും. എടാ ഇവളിതാടാ ഫോൺ എടുത്തിട്ട് ആദ്യം വിളിക്കുന്നു. കൊല്ലടോ ഈ ഞാൻ ബാക്കി വെച്ചേക്കറ്. ഫോണിൽ കാണാൻ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവള് ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ നോക്കണമെന്നേ. കൂട്ടിയിടാടാ. കടക്കണിയാണോ? പച്ചവെള്ളം എനിക്ക് തരൂല. നിനക്ക് ഞാൻ കാണിച്ചു തരാം. ആ നിമിഷ, ഞാൻ എത്ര പറഞ്ഞിട്ടും ആരും എന്നെ മനസ്സിലാക്കുന്നില്ലാണ്. അമ്മേനെ വിളിച്ചു, ഏട്ടനെ വിളിച്ചു, എല്ലാവർക്കും നാണക്കേട്. അഡ്ജസ്റ്റ് ചെയ്യും, ഇത് മാത്രമേ പറയാനുള്ളൂ. എന്നെ അവരൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്നെ ഒന്ന് കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോയി പഠിച്ച് നല്ലൊരു ജോലിയാക്കി സ്വന്തം കാലിൽ നിൽക്കുവാനാണ്. പക്ഷെ എൻ്റെ അവസാന പ്രതീക്ഷ പോയി. ഇനി എൻ്റെ മുന്നിലൊരു വഴിയില്ലട. ഞാൻ എൻ്റെ ഈ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുക. ബൈ. ദേശം ഇനി വിഷമിച്ചിട്ട് എന്നാടെ കാര്യം? പോകേണ്ടത് പോയില്ലേ? ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്ക്? എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് സുധിയേട്ടാ. ഓളിങ്ങനെ ചെയ്യുന്ന മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ദേശം അങ്ങനെയാണെങ്കിൽ കൂട്ടിക്കൂടി എന്നോടാ. അമ്മയും എന്നെ എല്ലാവരും വിളിച്ചിരുന്നു സുധിയേട്ടാ. പക്ഷെ കല്യാണം കഴിഞ്ഞ് പോയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കൂട്ടുമ്പോൾ നാണക്കേടല്ലേ, അത് വിചാരിച്ചാൽ നമുക്ക് കൂട്ടാതെ. നാണക്കേടൊന്നും വിചാരിക്കണ്ടേനു. നിങ്ങൾ പോയിട്ട് കൂട്ടി വന്നാൽ മതിയാണ്. ഇനിയിപ്പോൾ കൂട്ടാൻ പറ്റിയില്ലേ നിങ്ങളൊന്ന് പോയിട്ട് അന്വേഷിച്ചാൽ മതിയാണ്. ഓളെ ഏറ്റവും വലിയ ആഗ്രഹം സുധിയേട്ടാ പഠിച്ചൊരു ജോലിയായിട്ട് കല്യാണം മതിയെന്ന്. പിന്നെ നിങ്ങളെന്താ തിരക്കിട്ടയച്ചിന്? സർക്കാർ ജോലി വേണ്ടായിരിക്കുമല്ലേ? സർക്കാർ ജോലിയല്ല സുധിയേട്ടാ, അത് വിട്ടലേണ്ടെന്ന് വിചാരിച്ച്. ഇന്നത്തെ കാലത്ത് സർക്കാർ ജോലിയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. പെൺകുട്ടികൾ പഠിക്കട്ടെ, പഠിച്ചൊരു ജോലി സമ്പാദിക്കട്ടെ, അതിന് ശേഷം മതി കല്യാണം. ഇതുപോലത്തെ അവസ്ഥകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു
ധൈര്യം അതുണ്ടാവും. എൻ്റെ പങ്കക്ക് പറ്റുപോലത്തെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. എന്നാൽ ഞാൻ പോട്ടെടാ, ഞാൻ പിന്നെ വരാം. മോളെ വാ, നമുക്ക് പോകാം.